وعرفت أن التوحيد الذي جحدوه هو توحيد العبادة الذي يسميه المشركون في زماننا الاعتقاد كما كانوا يدعون الله سبحانه ليلا ونهارا وعرفت നീ മനസ്സിലാക്കുകയും ചെയ്താൽ അന്ന തൗഹീദ തീർച്ചയായും തൗഹീദ് അല്ലദീ എങ്ങനെയുള്ള തൗഹീദ് ജഹദൂഹു അതിനെ അവർ നിഷേധിച്ചു. ജഹദ എന്ന നിഷേധിക്കുക, ജഹദ യജ്ഹദു നിഷേധിച്ചു. അന്ന തൗഹീദല്ലദീ ജഹദൂഹു അവർ നിഷേധിച്ചതായ തൗഹീദ് ഹുവ അതേതാ തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഇബാദത്താണ് അവർ നിഷേധിച്ചത്. വഅറഫ്ത നീ മനസ്സിലാക്കുകയും ചെയ്താൽ അന്ന തൗഹീദല്ലദീ ജഹദൂഹു അവർ നിഷേധിച്ചതായ ഏകദേ തൗഹീദ് ഹുവ തൗഹീദുൽ ഇബാദത്തി അത് തൗഹീദുൽ ഇബാദത്താകുന്നു. അല്ലദീ യുസമ്മീഹി അൽ മുശ്രികൂന ഫീ സമാനിന. എന്താ തൗഹീദുൽ ഇബാദനാൽ ഇതന്നെ ഉലൂഹിയ്യത്ത്, ഇബാദത്തിലുള്ള ഏകത്വം. അപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യ അവർ നിഷേധിച്ച തൗഹീദുൽ ഇബാദ അതായത് തൗഹീദുൽ ഉലൂഹിയ്യ. അല്ലദീ യുസമ്മീഹി ആ തൗഹീദുൽ ഇബാദത്തിന് സമ്മാ യുസമ്മി എന്ന് പറഞ്ഞാൽ പേരിടുക, ഇസ്മ പേര്, സമ്മാ പേരിട്ടു, പേര് വിളിച്ചു. യുസമ്മീഹി തൗഹീദുൽ ഇബാദത്തിനെ പേര് വിളിക്കുന്നു അല്ലെങ്കിൽ പേരിട്ടിരിക്കുന്നു അൽ മുശ്രികൂന മുശ്രിക്കുകൾ ഫീ സമാനിന നമ്മുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ തൗഹീദുൽ ഇബാദത്തിന് പേരിട്ടിരിക്കുന്നു അൽ ഇഅ്തിഖാദ്. എന്ത് ഇഅ്തിഖാദ് എന്ന്, ഇഅ്തിഖാദ് എന്ന വിശ്വാസം തന്നെ, മനസ്സിലായോ? വഅറഫ്ത നീ മനസ്സിലാക്കുകയും ചെയ്താൽ അന്ന തൗഹീദല്ലദീ ജഹദൂഹു ഹുവ തൗഹീദുൽ ഇബാദ അവർ നിഷേധിച്ച തൗഹീദ് അതേതാ തൗഹീദുൽ ഇബാദത്താണ് എന്ന് നീ മനസ്സിലാക്കുകയും ചെയ്താൽ. രണ്ട് സംഗതിയാ പറഞ്ഞത്. ആദ്യം പറഞ്ഞ എന്താ, അവരെന്ത് അംഗീകരിച്ചിരുന്നു? റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു. റുബൂബിയത്ത് അംഗീകരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചു എന്നത് അവരെ എന്തിലേക്ക് എത്തിച്ചില്ല? പ്രവാചകൻ ക്ഷണിച്ച തൗഹീദിലേക്ക് അതായത് തൗഹീദുൽ ഉലൂഹിയ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ചില്ല. ഇനി അവർ നിഷേധിച്ച തൗഹീദ് ഏതാ? തൗഹീദുൽ ഇബാദത്താണ്, അതായത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ് അവർ നിഷേധിച്ചത്. ഈ തൗഹീദുൽ ഉലൂഹിയ്യത്തിന് ഇന്നത്തെ മുശ്രിക്കുകൾ നമ്മുടെ കാലഘട്ടത്തിലെ എന്ന് പറഞ്ഞാല് ഷെയ്ഖ് മുഹമ്മദ് ഹാബിന്റെ കാലഘട്ടത്തിലാണ് ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യയിലുള്ള മുശ്രിക്കുകൾ. ഇവിടെ ഈ മുശ്രിക്കുകൾ ആരാ? നമ്മുടെ നാട്ടിലെ ഹിന്ദു അല്ല, എന്നാരാ? ലായിലായിലത ചെല്ലിയ മുസ്ലിം എന്നായി പറയണത്. കലിമ ചെല്ലിയിട്ടുണ്ട്, റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു, പക്ഷെ എന്താ അംഗീകരിച്ചില്ല? ഉലൂഹിയത്ത് അംഗീകരിച്ചില്ല. അപ്പം സൗദി അറേബ്യയിൽ ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കലിമ ചൊല്ലിയ എന്നാൽ ഉലൂഹിയത്ത് അംഗീകരിക്കാത്ത മുശ്രിക്കുകൾ ഈ തൗഹീദുൽ ഇബാദത്തിന് പേരിട്ടത് എന്താണ്? അൽ ഇഅ്തിഖാദ് എന്നാണ്. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ സൗദി അറേബ്യയിലെ നമ്മുടെ നാട്ടിലത്തെ ഖുറാഫികൾ പോലത്തെ ഖുറാഫികൾ, ആ ഖുറാഫികൾ അവിടെ ഈത്തപ്പനെ വരെ എന്ത് ചെയ്തിരുന്നു? ആരാധിച്ചിരുന്നല്ലോ. അപ്പൊ ആ ശിർക്ക് ചെയ്ത ഷെയ്ഖിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളാണ് ഇവിടെ അൽ മുശ്രികൂന ഫീ സമാനിന നമ്മുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ എന്ന് വെച്ചത്. അവര് തൗഹീദുൽ ഇബാദത്തിന്റെ പേരെന്താ? ഇഅ്തിഖാദ് എന്നാണ്. അപ്പോ രണ്ടും തന്നെ തൗഹീദുൽ ഇബാദത്തും ഇവര് വരുന്ന തൗഹീദുൽ ഇഅ്തിഖാദും. ഈ വിശ്വാസത്തെയാണ് എന്ത് ചെയ്തത്? ആര് നിശ്ചയിച്ചത്? മക്കയിലെ മുശ്രിക്കുകൾ നിഷേധിച്ചത്. കമാകാനു അവർ ആയിരുന്നത് പോലെ യദ്ഊന ദഅയദു ക്ഷണിക്കുക, വിളിക്കുക. കമാകാനു യദ്ഊന അല്ലാഹ അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നത് പോലെ സുബ്ഹാനഹു അല്ലാഹു സുബ്ഹാനഹു തആലയോട് ലൈലം വനഹാറ രാവും പകലും, രാവും പകലും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ തൗഹീദുൽ ഉലൂഹിയ്യത്തിനെ അവർ നിഷേധിച്ചു എന്നാണ്. എന്താ ഇവിടെ പറഞ്ഞെന്താ? കമാക്കാനു യദൂന അല്ലാഹ് അള്ളാഹിനോട് ദുആ ചെയ്തു. പിന്നെന്തും പറയുന്നുണ്ട്? തൗഹീദുൽ ഇബാദത്തിനെ അവർ നിഷേധിച്ചു എന്ന് പറയുന്നുണ്ട്. അതാണ്. അപ്പൊ ഒരു വാദം അംഗീകരിച്ചു, അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താക്കില്ല? അതിൽ തൗഹീദില്ല. ഇബാദത്ത് അള്ളാഹും കൊടുത്തു, പക്ഷെ അതെന്തായില്ല? തൗഹീദുൽ ഇബാദത്തായില്ല. ഇബാദത്തേ ഉള്ളൂ, തൗഹീദ് വന്നില്ല അതിനകത്ത്. കുറച്ച് അള്ളാഹും കൊടുത്തു, ബാക്കി ഒറ്റവർക്കും കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് സംഗതി പറഞ്ഞു. ഒന്ന് അതന്നെ ഇവിടെ പറഞ്ഞത് അള്ളാഹ് രാവും പകലും അള്ളാഹിനെ വിളിച്ചു, പക്ഷേ ആ ഇബാദത്തിലുള്ള തൗഹീദിനെ അവർ നിശ്ചയിച്ചു. അള്ളാഹ്ക്ക് മാത്രം എന്നതിനെ നിശ്ചയിച്ചു. അള്ളാഹ് കൊടുക്കായല്ല, അള്ളാഹ് കൊടുത്തു, പക്ഷെ മാത്രം വിട്ടു, തൗഹീദ് വിട്ടു. ഇബാദത്ത് ജഹദാനൽ ശരിക്കുക. സുമ്മ മിൻഹും
പിന്നെ അവരിലുണ്ട് മൻ യദഉൽ മലായികത, മലക്കുകളോട് ദുആ ചെയ്യുന്നവർ. സുമ്മ പിന്നെ മിൻഹും, അവരിലുണ്ട്, അവരിൽപ്പെട്ടവരാണ്, ആ മുശ്രിക്കുകളിൽപ്പെട്ട ആളുകളാണ് മൻ യദഉ, വിളിക്കുന്ന ആളുകൾ, ദുആ ചെയ്യുന്ന ആളുകൾ, അൽ മലായികത, ആരോട്? മലക്കുകളോട് ദുആ ചെയ്യുന്ന ആളുകൾ. ലി അജ്ലി സ്വലാഹിഹിം വഖുർബിഹിം മിനല്ലാഹ്. എന്താ മലക്കുകളെ വിളിക്കാൻ കാരണം? ലി അജ്ലി, അജ്ല് എന്ന് പറഞ്ഞാല് കാരണം. അജ്ലും ഉണ്ട് അജലും ഉണ്ട്. നമ്മളെ ചില ആൾക്കാർ വായിക്കുമ്പോൾ ഇത് രണ്ടും തെറ്റിച്ച് വായിക്കും, രണ്ടും ഒരുമിച്ച് വായിക്കും. അജൽ എന്ന് വായിക്കും, രണ്ടും രണ്ടാ. അജൽ എന്ന് പറഞ്ഞാൽ അവധിയാണ്. അജ്ല് ഇവിടെ ജീമിനെന്താ? സുക്കൂനാണ്. അജ്ല് തന്നാല് കാരണം എന്നാണ്. ലി അജ്ലി, കാരണത്താൽ. എന്ത് കാരണത്താൽ? ലി അജ്ലി സ്വലാഹിഹിം, അവരുടെ സ്വലാഹ്, നന്മ അല്ലെങ്കിൽ ഗുണം കാരണത്താൽ. ആരുടെ? മലക്കുകൾ വിളിക്കുന്ന അജൽ അവധി. ജീമിന് ഫത്താണെങ്കിൽ അവധി നയി. അജ്ല് തന്നാല് കാരണം. ലി അജ്ലി സ്വലാഹിഹിം, അവരുടെ ഗുണം കാരണത്താൽ, അവരുടെ മേന്മ കാരണത്താൽ. ആരുടെ? മലക്കുകളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മലക്കുകളുടെ സ്വലാഹ് കൊണ്ട്. എന്നാണ് മലക്കുകളുടെ സ്വലാഹ് എന്താ? അവരുടെ ഗുണം എന്താ? അവർ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കും, അള്ളാഹ് അതിനെതിരൊന്നും ചെയ്യൂല. അപ്പൊ അതാണല്ലോ ഓലെ സ്വലാഹ്, ഓലെ ഗുണതാണ്. മനുഷ്യനിൽ നിന്നും ജിന്നിൽ നിന്നും അവരെ വ്യത്യാസപ്പെടുന്നത് അവർ അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ പാലിക്കുന്നു, അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുന്നത്. ആ സ്വലാഹ് കാരണത്താലും. വഖുർബിഹിം മിനല്ലാഹ്, ഖുർബ് അടുപ്പം, വഖുർബിഹിം അവരുടെ അടുപ്പം, സാമീപ്യം കാരണത്താലും. മിനല്ലാഹി അള്ളാഹുവിനോടുള്ള അവരുടെ അടുപ്പം കാരണത്താലും. ആര്? മലക്കുകളുടെ അല്ല, അള്ളാഹിന്റെ അടുത്ത ആളുകളാണ് ആര്? മലക്കുകൾ. അപ്പൊ ഒന്ന് അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ്. രണ്ടാമത്തേത് അവർ തെറ്റൊന്നും ചെയ്യാത്ത, പറയല്ലോ സാധാരണ ഖുർആൻ പറഞ്ഞല്ലേ നമ്മളൊക്കെ പാപികളാണ്, ഔലിയാക്കന്മാരാരാ? പാപികളല്ല, പാപം ചെയ്യാത്തവരാണ്. അപ്പൊ ഇവിടെ മലക്കുകൾ എന്താണ്? പാപികളല്ല. അപ്പൊ ഒന്ന് അവർ പാപികളല്ല, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. അതാണ് അവരുടെ സലാഹ്. അതുകൊണ്ട് തന്നെ അവരാരായി? അള്ളാഹുലേക്ക് അടുത്തവരായി. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാൽ മലക്കുകളോട് ദുആ ചെയ്യുന്ന ആളുകൾ എന്തിനു വേണ്ടി? ലിയശ്ഫഉ ലഹു, ലിയശ്ഫഉ അവർ ശഫാഅത്ത് ചെയ്യുന്നതിന് വേണ്ടി. ലഹു ആരോട്? അള്ളാഹുവിനോട് ശിപാർശ പറയാൻ വേണ്ടി. ഔലിയാക്കന്മാരെ വിളിക്കുന്ന പോലെ തന്നെ ഈ മലക്കൾ വിളിക്കുന്നതിനാണ്. മലക്കൾക്ക് നല്ലവരാണ് എന്നൊരു യോഗ്യത അവർക്കുണ്ട്. രണ്ടാമത് അവർ അള്ളാഹുവിനോട് അടുപ്പുണ്ട് എന്നതുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മലക്കൾ വിളിക്കുന്നു. ലി യശ്ഫഉ, മലക്കുകൾ ശിപാർശ ചെയ്യാൻ വേണ്ടി. ലഹു അള്ളാഹുവിനോട് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാ? ശിപാർശ നടത്താൻ വേണ്ടി. ഔ യദ്ഉ, അപ്പൊ അങ്ങനെ ആ കൂട്ടത്തിലുണ്ട് മലക്കുകളോട് ദുആ ചെയ്ത ആളുകൾ. ഔ യദ്ഉ റജുലൻ സാലിഹൻ മിത്ലൽ ലാത്തി, ലാത്തയെ പോലെ റജുലൻ സാലിഹൻ നല്ല ആളുകളോട് ദുആ ചെയ്തവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഔ അല്ലെങ്കിൽ യദ്ഉ റജുലൻ, ഔ യദു എന്നാണ് അവിടെ മോള് പറഞ്ഞില്ലേ. സുമ്മ മിൻഹും മൻ യദ്ഉ അൽ മലായിക, മിൻഹും മൻ യദ്ഉ റജുലൻ സാലിഹൻ എന്നർത്ഥം. അവരുടെ കൂട്ടത്തിലുണ്ട് യദ്ഉ റജുലൻ സാലിഹൻ, സാലിഹായ ആളോട്, നല്ല ആളോട് ദുആ ചെയ്യുന്നവർ. ആരെ പോലെ? നല്ല ആളെന്നാൽ മിഥ്ലൽ ലാത്തി, ലാത്തയെ പോലെ. ഔ നബിയൻ മിഥ്ല ഈസ, അല്ലെങ്കിൽ നബിയോട് ദുആ ചെയ്യുന്നവർ. ആരെ പോലെ? മിഥ്ല ഈസ, ഈസയെ പോലെ നബിമാരോട് ദുആ ചെയ്തവരും. അപ്പൊ എന്തായി? മലക്കുകളോട് ദുആ ചെയ്തവരുണ്ട്, സാലിഹീങ്ങളോട് ദുആ ചെയ്തവരുണ്ട്, നബിമാരോട് ദുആ ചെയ്തവരുണ്ട്. ഇവരൊക്കെ നല്ല ആൾക്കാരാണല്ലോ. ഇവരോടൊക്കെ ദുആ ചെയ്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ വഅറഫ്ത അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലഹും അലാ ഹാദാ ശിർകി. വഅറഫ്ത, നീ മനസ്സിലാക്കുകയും ചെയ്താൽ. ഇതൊക്കെ അങ്ങോട്ടാ ബന്ധിപ്പിക്കുന്ന. അങ്ങോട്ട് മോള് പറഞ്ഞല്ലോ ഫൈദാ തഹഖഖത, മുന്നേ വായിച്ചില്ലേ. ഫൈദാ തഹഖഖത അന്നഹും മുഖിറൂന ബിഹാദാ വഅറഫ്ത അന്ന തൗഹീദ് അല്ലദീ ജഹദൂഹു വഅറഫ്ത അന്ന റസൂലല്ലാഹി ഖാതലഹും. ഇല്ലേ? ഇതൊക്കെ അതിനോട് ബന്ധിപ്പിക്കുന്നത്. ഒന്ന്, അവർ റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു എന്നത് നീ മനസ്സിലാക്കിയാൽ. പിന്നെ അവർ ഉലൂഹിയത്തിനെ നിഷേധിച്ചു എന്നത് നീ മനസ്സിലാക്കിയാൽ. പിന്നെ അവരുടെ കൂട്ടത്തിൽ എന്തുണ്ട്? മലക്കുകളോടും റജുലുൻ സാലിഹിനോടും നബിയോടും ദുആ ചെയ്തവരുണ്ട് എന്നത് നീ മനസ്സിലാക്കിയാൽ. വഅറഫ്ത, മൂന്നാമത്തെ എന്താ? നീ മനസ്സിലാക്കുകയും ചെയ്താൽ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതലഹും, അവരോട് യുദ്ധം ചെയ്തു. അലാ ഹാദാ ശിർകി, ഈ ഷിർക്കിന്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്തു എന്നത് നീ മനസ്സിലാക്കിയാൽ. അപ്പൊ ഇതൊക്കെ അള്ളാഹ് അംഗീകരിച്ചു, പിന്നെ ഉലൂഹിയത്ത് അംഗീകരിച്ചില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൂട്ടത്തിലുണ്ട്. അതോടൊപ്പം നബി അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് എന്തിന്റെ പേരില? അലാ ഹാദാ ശിർക്ക്, അള്ളാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കാത്തത് കൊണ്ടല്ല.
അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തത് കൊണ്ടുമല്ല, അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യാത്തതുകൊണ്ട്. അതാണ് വഖാത്തലഹും അറഫ്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തലഹും അലാ ഹാദ ശിർക്ക്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് അലാ ഹാദ ശിർക്ക്, ഈ ഷിർക്കിന്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്തു എന്ന കാര്യവും നീ മനസ്സിലാക്കിയാൽ അങ്ങനെ ഉറപ്പന്നെ ഓ മുസ്ലിം എന്നാവില്ല, ഓ മുസ്ലിമേ അല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഉറാപ്പികളോ ഒരു പറയുന്നതാണല്ലോ മഹാന്മാരോട് അള്ളാഹിനെ ഏറ്റെടുത്ത ആൾക്കാരാണല്ലോ. ഇപ്പറഞ്ഞൊക്കെ ഇവിടെ ഇങ്ങോട്ട് ബന്ധിപ്പിക്കുക. ഇത് മക്കയിലെ മുശ്രിക്കുകളെ പോലെ ഇവരും എന്ത് അംഗീകരിക്കുന്നു? ഉലൂഹിയത്ത് അംഗീകരിച്ചു, പിന്നെ റുബൂബിയത്ത് അംഗീകരിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹിനോട് ദുആ ചെയ്തു രാവും പകലും, അല്ല ലൈലൻ വനഹാറന്നല്ലേ. ഇവരും രാവും പകലും ആരോട് ദുആ ചെയ്യുന്നു? അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ മലക്കളെ വിളിച്ചവരുണ്ട്, നബിനെ വിളിച്ചവരുണ്ട്, റജുൽ സാലിനെ വിളിച്ചവരുണ്ട്. നമ്മുടെ നാട്ടിലെ ഖുറാഫിൽ കൊടുത്തിട്ടുണ്ട്. മലക്കിനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, മലക്കുണ്ട്. മലക്ക് വില ഈ മൗലിദാത്തൊക്കെ ഉണ്ടല്ലോ. പിന്നെ റജുൽ സാലിനെ വിളിക്കുന്നവരുണ്ട്, നബീനെ വിളിക്കുന്നവരുണ്ട്. അപ്പൊ എന്തായി? ഒരു വ്യത്യാസമില്ല, അതുപോലെ തന്നെ വരൂ. അപ്പോ ഇതൊക്കെ ഈ റുബൂബിയത്ത് അംഗീകരിച്ചിട്ട് നബി അവരോട് എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. അപ്പൊ എന്തായി? ഒരു മുസ്ലിങ്ങളെയല്ല. വദആഹും, അവരെ നബി ക്ഷണിക്കുകയും ചെയ്തു. ഇലാ ഇഖ്ലാസിൽ ഇബാദത്തി ലില്ലാഹി വഹ്ദഹു കമാ ഖാല തആല. എന്തിലേക്ക് ക്ഷണിച്ചു? ഇലാ ഇഖ്ലാസിൽ ഇബാദ ലില്ലാഹ്. ഇബാദത്തിനെ നമ്മള് ഉസൂൽ സലാത്ത വായിച്ചവൻ പഠിച്ച വാക്കാ ഇഖ്ലാസ്. എന്താ നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥം എന്താണ്? ശരിയായ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലെങ്കിൽ ഇബാദത്തുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ എന്ത് പറയണം എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇഖ്ലാസിൽ ഇബാദ എന്നാല്? ഇഖ്ലാസ് അന്ന് ഇരിപ്പിണ്ടാവും. എന്താ? ആത്മാർത്ഥ അല്ല, അതല്ല എന്നാന്ന് പഠിപ്പിച്ചത്. ഒക്കെ വേറെ എന്താണ്? ഇഖ്ലാസിൽ ഇബാദ, ഖാലിസ്. എന്താ ഖാലിസ് എന്നാല്? ഖാലിസ് ഖുർആനിലല്ലേ? ലബനുൻ ഖാലിസ്, എല്ലാത്തിലും വിട്ടവന അല്ല, പരിശുദ്ധമായ കലർപ്പില്ലാത്ത. പാലിലൊക്കെ പറഞ്ഞല്ലേ? അപ്പൊ ഖാലിസ് എന്നാല് കലർപ്പില്ലാത്ത, ശുദ്ധമായ. അപ്പൊ എന്താ അഖ്ലസ് എന്നാല്? കലർപ്പില്ലാത്തതാക്കുക, ശുദ്ധമാക്കുക, തനിച്ചാക്കുക. അപ്പൊ ഇഖ്ലാസിൽ ഇബാദത്തി, ഇബാദത്തിനെ തനിച്ചാക്കുക, മാത്രമാക്കുക. ലില്ലാഹി വഹ്ദഹു, അല്ലാഹുവിന്, വഹ്ദഹു അവന് മാത്രം. ലില്ലാഹി വഹ്ദ, ഇബാദത്തിനെ അള്ളാഹുവിന് മാത്രമാക്കുക. അവിടെ ഖാലിസായി, പ്യൂറായി, അതിൽ വേറെ ആർക്കുമില്ല. ആർക്ക് മാത്രം? അള്ളാഹ്ക്ക് മാത്രം. ഇലാ ഇഖ്ലാസിൽ, ഇവിടെ ആത്മാർത്ഥ അല്ല അക്കെന്ന് പറഞ്ഞ ഇലാ ഇഖ്ലാസിൽ ഇബാദത്തി ലില്ലാഹി വഹ്ദ, ഇബാദത്തിനെ അള്ളാഹുവിന് മാത്രമാക്കുക, തനിച്ചാക്കുക എന്നതിലേക്ക് അവരെ നബി ക്ഷണിക്കുകയും ചെയ്തു. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ. ഈ ആയത്ത് നമ്മൾ നേരത്തെ പഠിച്ചത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വഅന്നൽ മസാജിദ, മസ്ജിദുകൾ മുഴുവൻ, ലില്ലാഹി അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ, അതിനാൽ നിങ്ങൾ വിളിക്കരുത്, മഅല്ലാഹ് അല്ലാഹുവിനോടൊപ്പം, അഹദൻ ആരെയും, ഒരാളെയും അല്ലെങ്കിൽ ഒന്നിനെയും നിങ്ങൾ വിളിക്കരുത്. അപ്പൊ എന്തായി ഇവിടെ? എന്താ ഫലാത്തതു മഅല്ലാഹി എന്നാണ്. അള്ളാന്റെ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? ആരോടും ദുആ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തായി? അവിടെ ഇബാദത്ത് ആർക്ക് മാത്രമായി? അള്ളാഹ്ക്ക് മാത്രമായി. വഖാല ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ. ലഹു അവനാണ്, ആർക്കാണ്? അള്ളാഹുവിനാണ്. ദഅവത്തുൽ ഹഖി, യഥാർത്ഥ ദഅവത്ത്, പ്രാർത്ഥന, യഥാർത്ഥ ദുആ, യഥാർത്ഥ വിളി അവനുള്ളതാണ്. എന്നാ യഥാർത്ഥ ഇബാദത്ത്, പ്രാർത്ഥന ആർക്കാ? അള്ളാഹ്, വേറെ ആർക്കുമല്ല. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ വിളി, യഥാർത്ഥ ദുആ, യഥാർത്ഥ പ്രാർത്ഥന അവനാകുന്നു, അള്ളാഹുവിനാകുന്നു. വല്ലദീന, ഒരു കൂട്ടർ, യദ്ഊന അവർ വിളിച്ചു പ്രാർത്ഥിക്കും. വല്ലദീന യദ്ഊന, ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മിൻ ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ. ഇവിടെ അല്ലദീന എന്ന് പറഞ്ഞതും യദ്ഊന എന്ന് പറഞ്ഞതും രണ്ടാ. അല്ലദീന ഒരു കൂട്ടർ, യദ്ഊന ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ. വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നല്ല, ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. അപ്പൊ ഈ അല്ലദീന എന്നാരാ?
അല്ലദീന ഒരു കൂട്ടർ യദഊന ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് പുറമെ ഇവർ അല്ലെങ്കിൽ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. അപ്പൊ അല്ലദീനാരായി ആരാധിക്കുന്നവരാണോ ആരാധിക്കപ്പെടുന്നവരാണോ? ആരാധിക്കപ്പെടുന്നവർ. അപ്പൊ അല്ലദീന എന്നാൽ ആരോടാണോ ദുആ ചെയ്യുന്നത് അവര്. യദൂന ഇവർ ദുആ ചെയ്യുന്ന ആളുകൾ. ഇവർ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ, അതായത് ആരാധിക്കപ്പെടുന്ന ആളുകൾ. അതാണ് അല്ലദീന. അല്ലദീന യദൂന മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ ഇവർ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ. ലാ യസ്തജീബൂന അവർ ഉത്തരം നൽകുകയില്ല. ലഹും അവർക്ക്. ഇവിടെ മനസ്സിലാക്കാൻ എന്താ പറയാ, രണ്ടും അവരെന്ന് പറയുമ്പോൾ തിരിയൂല. അപ്പൊ ലാ യസ്തജീബൂന അവർ ഉത്തരം ചെയ്യുകയില്ല. ആര്? ആരാധിക്കപ്പെടുന്ന ആളുകൾ ഉത്തരം ചെയ്യുകയില്ല. ലഹും ഇവർക്ക്, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്. ബിശൈഇൻ ഒന്നുകൊണ്ടും എന്നാ ഒരു മറുപടി അർത്ഥം. ബിശൈഇൻ ഒരു കാര്യം കൊണ്ടും മറുപടി നൽകുകയില്ല. എന്തെങ്കിലും എല്ലാം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? അവലതാണ് ബിശൈഇൻ ഒരു സംഗതി കൊണ്ടും മറുപടി നൽകുകയില്ല. എന്നാൽ ഒരു മറുപടിയും നൽകുകയില്ല. ലഹു ദഅവത്തുൽ ഹഖി ലഹു എന്നാൽ ഇല്ലാഹി അള്ളാഹുവിനാണ് ദഅവത്തുൽ ഹഖ് യഥാർത്ഥ പ്രാർത്ഥന അള്ളാഹുവിനുള്ളതാണ്, അവനാണ് നൽകേണ്ടത്. വല്ലദീന ഒരു കൂട്ടർ യദഊന ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മിൻ ദൂനിഹി അവനെ കൂടാതെ അള്ളാഹുവിന് പുറമെ അവർ ആരോട് ദുആ ചെയ്യുന്നുവോ ആ ആളുകൾ ആരാധ്യ വസ്തുക്കൾ. ലാ യസ്തജീബൂന ആ ആരാധ്യന്മാർ ഉത്തരം നൽകുകയില്ല. ലഹും ആരാധിക്കുന്ന ആളുകൾക്ക്. ബിശൈഇൻ ഒരു മറുപടി കൊണ്ടും അവർ മറുപടി നൽകുകയില്ല, അല്ലെങ്കിൽ ഒരു സംഗതി കൊണ്ടും മറുപടി നൽകുകയില്ല. അപ്പൊ ഈ രണ്ടായത്തോടെ എന്തിനാ കൊടുത്തത്? ഇബാദത്ത് ആർക്ക് മാത്രാക്കണം? അള്ളാഹ്ക്ക് മാത്രാക്കണം എന്ന സംഗതിയിലേക്ക് ജനങ്ങളെ നബി ക്ഷണിച്ചു. അതിനുള്ള തെളിവാപ്പത്. വതഹഖഖത അന്ന റസൂലല്ലാഹി ഖാതലഹും ലിയകൂന ദുആഉ കുല്ലുഹു ലില്ലാഹ്. വതഹഖഖത ഇത് അങ്ങോട്ട് കൂട്ടിച്ചേർക്കണം. ഇത് ഫൈദാ തഹഖഖത വഅറഫത വതഹഖഖത. മനസ്സിലായില്ലേ? നേരത്തെ ഇവിടെ തുടങ്ങിയില്ലേ നമ്മള്? ഫൈദാ തഹഖഖത നീ ശരിയായി മനസ്സിലാക്കിയാൽ, വഅറഫത നീ മനസ്സിലാക്കിയാൽ, വഅറഫത നീ മനസ്സിലാക്കിയാൽ, നാലാമതായി പറയുന്നത് ഇതൊക്കെ അതിനോട് ചേർത്താ. വതഹഖഖത നീ ശരിയായി മനസ്സിലാക്കിയാൽ. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലഹും അവരോട് മക്കയിലെ മുശ്രിക്കുകൾ യുദ്ധം ചെയ്തു. ലിയകൂന ദുആഉ എന്തിനാ യുദ്ധം ചെയ്തത്? ലിയകൂന ദുആഉ ലിയകൂന കാന ആയി യകൂനു ആകുന്നു. ലിയകൂന ആകാൻ വേണ്ടി. അദ്ദുആഉ പ്രാർത്ഥന ആകാൻ വേണ്ടി. കുല്ലുഹു എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ. ഏത് മുഴുവൻ? പ്രാർത്ഥന മുഴുവനും ആയിത്തീരാൻ. ലില്ലാഹി അള്ളാഹുവിനായിത്തീരാൻ. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളോട് നബി യുദ്ധം ചെയ്തത് അള്ളാഹുവിനെ അംഗീകരിക്കണം എന്നതിന്റെ പേരിലല്ല. പിന്നെന്തിനാണ്? അള്ളാഹിനോടും പ്രാർത്ഥിക്കണം എന്നതിന്റെ പേരിലും അല്ല. പ്രാർത്ഥന മുഴുവൻ ആർക്കായി തീരണം? അള്ളാഹ്ക്കായി തീരണം. വന്നദറു കുല്ലുഹു ലില്ലാഹ് നേർച്ച. കുല്ലുഹു എന്നാ കുല്ലുൻ നദരി നേർച്ച മുഴുവനും ആയിത്തീരണം. ലില്ലാഹി അള്ളാഹുവിന് മാത്രമായിരിക്കണം. വദ്ദബ്ഹു കുല്ലുഹു ലില്ലാഹി ദബ്ഹ് അറവ് കുല്ലുഹു അത് മുഴുവൻ ലില്ലാഹി അള്ളാഹുവിനായി തീരണം. ഇതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ സൂറത്തുൽ അലാത്തിൽ നദർ അതിന്റെ ഇനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ദബ്ഹ് അതിന്റെ ഇനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വൽ ഇസ്തിഗാസത്തു കുല്ലുഹാ ബില്ലാഹ് ഇസ്തിഗാസ സഹായതേട്ടം കുല്ലുഹ അത് മുഴുവൻ ബില്ലാഹി ആരെ കൊണ്ടായിരിക്കണം? അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം ഇസ്തിഗാസ. അള്ളാഹു അല്ലാത്ത ഒന്നിനെ കൊണ്ടും ഇസ്തിഗാസ പാടില്ല. ഏത്? ഇബാദത്താകുന്ന ഇസ്തിഗാസ. വജമീഉ അൻവാഇൽ ഇബാദാത്തി കുല്ലുഹാ ലില്ലാഹി ജമീഅ് മുഴുവൻ. അൻവാഴ് അൻവാഴ് ഇനങ്ങൾ. ഇബാദാത്ത് ഇബാദത്തുകൾ ആരാധനകൾ. ജമീഉ അൻവാഇൽ ഇബാദാത്തി ഇബാദത്തിന്റെ ആരാധനകളുടെ ഇനങ്ങൾ മുഴുവനും. കുല്ലുഹ പിന്നെയും പറയാണ് അവ മുഴുവൻ ലില്ലാഹി അള്ളാഹുവിനായി തീരണം എന്ന്. ഇതിനാണ് എന്ത് ചെയ്തത്? നബി അവരോട് യുദ്ധം ചെയ്തത്. അപ്പോ വതഹഖഖത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതലഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തു. ലിയകൂന ദുആഉ ദുആ ആയി തീരാൻ വേണ്ടി. കുല്ലുഹു ദുആ മുഴുവൻ ലില്ലാഹി അള്ളാഹുവിനായി തീരുന്നതിന് വേണ്ടി.
വന്നദറു കുല്ലുഹൂലില്ല, എല്ലാ നേർച്ചയും അള്ളാഹുവിനായി തീരുന്നതിന് വേണ്ടി, വദ്ദബ്ഹു കുല്ലുഹു, അറവ് മുഴുവൻ ആയിത്തീരാൻ വേണ്ടി, ഇല്ലാഹി അള്ളാഹുവിനായി തീരാൻ വേണ്ടി, വൽ ഇസ്തിഗാസത്തു കുല്ലുഹ, ഇസ്തിഗാസ മുഴുവൻ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടായിത്തീര, അള്ളാഹ്ക്കാകാനല്ല, അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം ഇസ്തിഗാസ സഹായം തേടേണ്ടത്. വജമീഉ അൻവാഇൽ ഇബാദാത്തി, ആരാധനകളുടെ മുഴുവൻ ഇനങ്ങളും, കുല്ലുഹ അവയെല്ലാം ലില്ലാഹി അള്ളാഹുവിനായി തീരുന്നതിനും വേണ്ടിയാണ് നബി അവരോട് യുദ്ധം ചെയ്ത്. എന്നാ ഇബാദത്തും ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതാണ് ഈ പറഞ്ഞു നോക്കിയത്. നദർ, ദബ്ഹ്, ഇസ്തിഗാസ ഇതൊക്കെ പെട്ടതാണ്. അങ്ങനെ എല്ലാ ഇനങ്ങളും ആർക്ക് മാത്രമായിരിക്കണം? അള്ളാഹുവിന് മാത്രമായിരിക്കണം. വഅറഫ്ത, നീ ഇത് അങ്ങോട്ട് പോണം, നീ മനസ്സിലാക്കുകയും ചെയ്താൽ, അന്ന ഇഖ്റാറഹും ബി തൗഹീദിർ റുബൂബിയ്യത്തി ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാമി. വഅറഫ്ത, നീ മനസ്സിലാക്കുകയും ചെയ്താൽ, അന്ന ഇഖ്റാറഹും, ദാ ഇഖ്റാർ നേരത്തെ പറഞ്ഞു, മുഖിറൂൻ, മുഖിറൂൻ അപ്പുറത്തേച്ചില്ലേ, ഇത് തുടങ്ങിയതാ. തഹഖത്ത അന്നഹും മുഖിറൂന, അഖറ അംഗീകരിച്ചു, ഇഖ്റാർ അംഗീകരിക്കൽ സമ്മതിക്കൽ, അഖറ യുഖിറു ഇഖ്റാർ അംഗീകരിക്കൽ സമ്മതിക്കൽ, അന്ന ഇഖ്റാറഹും അവരുടെ അംഗീകാരം, അവരുടെ സമ്മതം, എന്തിന്? ബി തൗഹീദിർ റുബൂബിയ്യത്തി, അവിടെ ബിക്ക് അർത്ഥം പറയണ്ട, അഖറന്റെ കൂടെ ചേർക്കുന്ന സാധനം. അഖ്റാറഹും ബി തൗഹീദിർ റുബൂബിയ്യ, തൗഹീദുർ റുബൂബിയ്യത്തിലുള്ള അവരുടെ തൗഹീദ് റുബൂബിയ്യത്തിനെ അവർ അംഗീകരിച്ചു എന്നത്. അന്ന ഇഖ്റാറഹും അവർ അംഗീകരിച്ചു എന്നത് എന്തിനെ? ബി തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുർ റുബൂബിയ്യത്തിനെ അവർ അംഗീകരിച്ചു എന്നത്. ലം യുദ്ഖിൽഹും, അപ്പുറത്ത് പറഞ്ഞ വേറെ പോലത്തെ പറയാൻ ഇവിടെ, ലം യുദ്ഖിൽഹും, ആ അംഗീകാരം അവരെ പ്രവേശിപ്പിച്ചില്ല ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ പ്രവേശിപ്പിച്ചില്ല. അപ്പൊ ആദ്യം പറഞ്ഞൊന്നും വ്യക്തമായി ഇവിടെ. നേരത്തെ പറഞ്ഞ എന്താ? തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചു എന്നത് ലം യുദ്ഖിൽഹും ഫി തൗഹീദില്ലദീ എന്താണ് ദആഹും, അല്ലെ? എന്താണ്? തൗഹീദില്ലദീ ജഹദൂഹു, അല്ല തൗഹീദില്ലദീ ദആഹും ഇലൈഹി റസൂലുള്ളാഹ്, നബി അവരെ ക്ഷണിച്ച തൗഹീദിലേക്ക് അവർ എത്തിച്ചില്ല. അതന്നെ ഇവിടെ പറയണത്. ആ തൗഹീദിനെ ഇവിടെ എന്ത് പറഞ്ഞു? അതിന് പകരം ഇസ്ലാം എന്ന് പറഞ്ഞു. റുബൂബിയ്യത്ത് അംഗീകരിച്ചു, അള്ളാഹ് ഉണ്ടെന്നും അംഗീകരിച്ചു, അള്ളാഹനെ ആരാധിക്കുകയും ചെയ്തു. പക്ഷേ അതെന്തിലേക്ക് എത്തിയില്ല? അവരെ ഇസ്ലാമിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പൊ തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചു, എന്നാൽ അള്ളാഹനെ മാത്രം ആരാധിക്കാത്ത ഒരുത്തൻ എന്താവൂല? മുസ്ലിം ആവൂല. അതിനെ വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊന്നും എന്തല്ല, കാരണം എന്താ? ഇവല് മുസ്ലിങ്ങളാണെങ്കിൽ ഓലും എന്താ മുസ്ലിങ്ങളാണ്. കാരണം ഇതൊക്കെ ആരും അംഗീകരിച്ചത്, ഇവരംഗീകരിക്കുന്ന ഈ സംഗതിയൊക്കെ മക്കയിലെ മുസ്ലിങ്ങളും ഇവലേക്കാൾ നന്നായി അംഗീകരിച്ചവരാണ്. അതിനോട് പറയേണ്ടി വരുന്നുണ്ട്. വഅന്ന ഖസ്ദഹും, നിർത്താനാവും പറഞ്ഞോളിട്ടോ. വഅന്ന ഖസ്ദഹും അൽ മലായികത അവിൽ അംബിയാ അവിൽ ഔലിയാ യുരീദൂന ശഫാഅതഹും വത്തഖറബ ഇലല്ലാഹി ബിദാലിക ഹുവല്ലദീ അഹല്ല ദിമാഅഹും വഅംവാലഹും. വഅന്ന ഖസ്ദഹും, ഖസദന ഉദ്ദേശിച്ചു, ലക്ഷ്യം വെച്ചു, ഖസ്ദ് ലക്ഷ്യം. വഅന്ന ഖസ്ദഹും, ഖസദ യഖ്സുദു, വഅന്ന ഖസ്ദഹും അവർ ലക്ഷ്യം വെച്ചു എന്നത്, അൽ മലായികത ആരെ? മലക്കുകളെ, അവിൽ അംബിയാ അല്ലെങ്കിൽ അംബിയാക്കന്മാരെ, അവിൽ ഔലിയാ അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ. നമ്മുടെ നാട്ടിലെ ഔലിയ ഔലിയ എന്നറിയാം. ഔലിയ എന്നുള്ള എന്താ? ബഹുവചനാണ്. വലിയ, അതിന്റെ ബഹുവചനാണ് എന്ത്? ഔലിയാ. വലിയുൻ ജംഅ് ഔലിയാ. അവിൽ ഔലിയാ അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ. അപ്പം മലക്കുകളെയും നബിയിന്റെ ബഹുവചനം അംബിയ, മലക്കുകളെയും പ്രവാചകന്മാരെയും ഔലിയാക്കന്മാരെയും അവർ ലക്ഷ്യം വെച്ചു എന്നത്. എന്തിനാ ലക്ഷ്യം വെച്ചത്? യുരീദൂന, അവർ നേരത്തെ പറഞ്ഞില്ലേ, ഫൈദ അറത്ത ദലീല, എന്താ അറാദ ഉദ്ദേശിച്ചു. യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, ശഫാഅത്തഹും ഇവരുടെ ശിപാർശയെ. അപ്പൊ മലക്കുകളെ ലക്ഷ്യം വെച്ചു എന്തിന്? അവരുടെ ശഫായത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. നബിമാരെ ലക്ഷ്യം വെച്ചു എന്തിന്? നബിമാരുടെ ശഫായത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. ഔലിയാക്കന്മാരെ ലക്ഷ്യം വെച്ചു എന്തിന്? ഔലിയാക്കന്മാരുടെ ശഫായത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോ ശഫായത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും മലക്കുകളെയും അവർ ലക്ഷ്യം വെച്ചു എന്നത്
വത്തഖറുബ ഇലല്ലാഹി ബിദാലിക, വത്തഖറുബ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതും, ബിദാലിക ഇതിലൂടെ, ഏതിലൂടെ? ഔലിയാക്കളിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക, ഔലിയാക്കളിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക, മലായിക്കത്തുകളിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക. അപ്പൊ ഇവരെ ശഫായത്തും എന്നിട്ട് ഇവരുടെ ശഫായത്തിലൂടെ ആരിലേക്ക് അടുക്കുക? അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന ഇവരുടെ ഈ ലക്ഷ്യം, ഹുവല്ലദീ, ഇവരുടെ ഈ ഉദ്ദേശമാണ് അഹല്ല, ഹലാലാക്കി തീർത്തത്, ദിമാഅഹും, ദമ് രക്തം, ദിമാഅഹും അവരുടെ രക്തത്തെ, വ അംവാലഹും അവരുടെ സമ്പത്തിനെയും. മനസ്സിലായോ? ഇപ്പം ഇവര് അള്ളാൻ അംഗീകരിച്ചു, അള്ളഹാനോട് ദുആ ചെയ്തു, എല്ലാം അള്ളാഹുവിന്റേതാണ്, എല്ലാ അധികാരവും അള്ളാഹുവിനാണ് എന്നൊക്കെ അംഗീകരിച്ചു. ഈ അംഗീകരിച്ച ആളുകൾ ചെയ്ത പണി എന്താ അംഗീകരിച്ചില്ല? ഉലൂഹിയത്ത് അംഗീകരിച്ചില്ല. ഉലൂഹിയത്ത് അംഗീകരിക്കാത്തത് കൊണ്ട് അവരെന്തായില്ല? മുസ്ലിങ്ങളായില്ല. പിന്നെ അവർക്കുണ്ടായ ഒരു കുഴപ്പമെന്താ? കുഴപ്പം ഈ പറഞ്ഞതാണ്. മലക്കുകളിലൂടെയും അമ്പിയാക്കന്മാരിലൂടെയും ഔലിയാക്കന്മാരിലൂടെയും അവരുടെ ശഫായത്തിലൂടെ ആരിലേക്ക് അടുക്കുക? അള്ളാഹ് ഇങ്ങോട്ട് പോരല്ല. പിന്നെന്താ ഉദ്ദേശിച്ചത്? അള്ളാഹിലേക്ക് അങ്ങോട്ട് അടുക്കൽ തന്നെയാണ്. അടുക്കാനുള്ള വഴി എന്താ? മലായിക്കത്തിലൂടെ, അമ്പിയാക്കന്മാരിലൂടെ, ഔലിയാക്കന്മാരുടെ. ഈ പണിയാണ് അഹല്ല, ഹലാലാക്കി തീർത്തത്, ദിമാഅഹും ഇവരുടെ രക്തത്തെ. ഇപ്പൊ സാധാരണ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മനുഷ്യനെ രക്തം ചിന്താൻ പറ്റൂല, അവനെ കൊല്ലാൻ പറ്റൂല. പക്ഷെ ഇവന്റെ രക്തം ഹലാലായി തീർന്നു. എന്താ കാരണം? ഇടയാളന്മാരെ വെച്ചു എന്നതുകൊണ്ട് മാത്രമാണ് മക്കയിലെ മുശ്രിക്കുകളുടെ രക്തം ഹലാലായി തീർന്നത്. അതുകൊണ്ടാണ് അവരെ കൊന്നത്. അവരുടെ സ്വത്ത് പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ അവരുടെ സ്വത്ത് ഗനീമത്തായി കിട്ടിയപ്പോൾ എടുത്തത് എന്തുകൊണ്ടാ? ഈ ഒരു വിശ്വാസത്തിലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ വിശ്വാസം ആർക്കുണ്ടോ ഓന്റെ ഒക്കെ സ്വത്ത് രക്തവും ഹലാലാണെന്ന് തന്നെ ഓനോട് യുദ്ധം ചെയ്യണം. ഇസ്ലാമി ഭരണോടാണ് നമ്മൾ പോയി കുത്താന്നല്ലാത്ത. മനസ്സിലായില്ലേ? ദമുൻ ജമ്മ് ദിമാ, മാലും ജമ്മ് അംബാൽ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഇനി എന്റെ ബാക്കി ഇനി പറയണത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അല്ലേ? അല്ലെ വയ്ക്കണം? അല്ല, കുറച്ചും കൂടെ നിങ്ങൾ പോണ്ട്. ഇനി അല്ലെങ്കിൽ ഇവിടെ നിർത്താം. ഈ മുസ്ലിക്കും വരെ അടുത്ത വരി. അറഫ്ത, ഇവിടെ എന്തില്ല? നേരത്തെ കുറെ അറഫ്ത വന്നു, ഇവിടെ ഒരു അറഫ്ത ഇനിയും വരുന്നുണ്ട്. എന്താകും ഇതും വ്യത്യാസം? അല്ല, അറിയാൻ തന്നെ ഒക്കെ അറഫ്ത. എന്താ അതാണ് വ അറഫ്താന്നില്ല. നേരത്തെ പറഞ്ഞോക്ക ഇതാ തഹഖത്ത വ അറഫ്ത വ അറഫ്ത വ അറഫ്ത എന്നിട്ട് പിന്നെ പറയാണ് അറഫ്ത. ഇതൊക്കെ നീ മനസ്സിലാക്കിയാൽ അറഫ്ത, എനക്ക് മനസ്സിലാവും. മറ്റതൊക്കെ മനസ്സിലായാൽ അറഫ്ത. ഇനി പറയാൻ പോണു മനസ്സിലാകും. ഹീന ഇതിൻ, അറഫ്ത ഹീന ഇതിൻ. മോള് പറഞ്ഞതൊക്കെ മനസ്സിലായാൽ ഹറഫ്ത ഹീന ഇതിൻ. ഹീന ഇതിൻ എന്നാൽ അപ്പോൾ. അറഫ്ത ഹീന ഇതിൻ, അപ്പോൾ നിനക്ക് മനസ്സിലാകും. അത്തൗഹീദ, തൗഹീദ് തിരിയും. അല്ലദീ, ഏത് തൗഹീദ്? ദാറ്റ്സ് ഇലൈഹി റുസുലു, പ്രവാചകന്മാരൊക്കെ ക്ഷണിച്ച തൗഹീദ് ഏത് എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവും, മറ്റതൊക്കെ മനസ്സിലായാൽ. വ അബ, പ്രവാചകന്മാർ ക്ഷണിക്കുകയും വ അബ വിസമ്മതിക്കുകയും ചെയ്തു. അനിൽ ഇഖ്റാരി ബിഹി, അഖറ ഇഖ്റാർ. നേരത്തെ വന്നു മുഖിർ ഇഖ്റാർ രണ്ടിലത്തെ ഒന്ന് പാടെ. അംഗീകരിക്കുക. അബാ വിസമ്മതിച്ചു. എന്തിനെ? അനിൽ ഇഖ്റാരി, അംഗീകരിക്കുന്നതിനെ. ബിഹി, ബിഹി ഏതാ ബിഹി? അത് ഏത്? ഈ പ്രവാചകന്മാർ ക്ഷണിച്ച തൗഹീദ്. അപ്പൊ പ്രവാചകന്മാർ ഏത് തൗഹീദിലേക്ക് ക്ഷണിച്ചുവോ ആ തൗഹീദ് അംഗീകരിക്കുന്നതിനെ വിസമ്മതിക്കുകയും ചെയ്തു. ആര്? അൽ മുശ്രിക്കൂന, മുശ്രിക്കുകൾ. അപ്പൊ പ്രവാചകന്മാരൊക്കെ ക്ഷണിച്ച തൗഹീദ് ഈ മോള് പറഞ്ഞ സംഗതി മനസ്സിലാക്കിയാൽ നിനക്ക് മനസ്സിലാകും. ഇനി പ്രവാചകന്മാർ ക്ഷണിച്ചു ആ തൗഹീദിനെയാണ് എന്ത് ചെയ്തത്? ബാ അനിൽ ഇഖ്റാരി ബിഹി അൽ മുശ്രിക്കൂൻ. പ്രവാചകന്മാർ ഏതൊരു തൗഹീദിലേക്കാണ് ക്ഷണിച്ചത് ആ തൗഹീദിനെയാണ് മുശ്രിക്കുകൾ നിഷേധിച്ചത് എന്നതും നിനക്ക് മനസ്സിലാകും. വഹാദ തൗഹീദു ഹുവ മാനാ ഖൗലിക ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ അർത്ഥം. വഹാദ തൗഹീദു, ഈ തൗഹീദ്. ഏത് തൗഹീദ്? ഉലൂഹിയത്ത്, തൗഹീദുൽ ഉലൂഹിയ്യ. ഹുവ മാനാ ഖൗലിക, അതാണ് മാന, അർത്ഥം. ഖൗലിക,
നീ പറയുന്നതിന്റെ അർത്ഥം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ പറയുന്നതിന്റെ അർത്ഥം ഇതാകുന്നു. ഈ വിശ്വാസം ഇല്ലെങ്കിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ഒരർത്ഥവുമില്ല.